ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ നന്ദുവിൻ്റെ പിറന്നാളായിരുന്നു. അപ്പം ഞാനും മക്കളും കൂടി രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. ജിൻചേർന്ന് വർക്കുള്ള ഇതിൻ്റെ പേരിൽ ആൾക്ക് വരാൻ പറ്റിയില്ല. ആൾ നേരത്തെ തന്നെ പോയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും വീട്ടിലേക്ക് 2 അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരല്ല, എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു രാവിലെ എന്നെ വരണം കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഞാനാണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് ചായ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോയപ്പോൾ. അങ്ങനെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം മൈദ ദോശ ഉണ്ടാക്കി, പിന്നെ കടലക്കറി ആയിരുന്നു കേട്ടോ ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവളും ചായ കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാനും മക്കളും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങളൊരു കുഞ്ഞ് സദ്യ ഒരുക്കാമെന്നാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നന്ദുമണിക്കാണെന്ന് വെച്ചാൽ പായസം ഇഷ്ടമാണ്. പാലട പ്രഥമനാണ് കേട്ടോ ഇഷ്ടം. വെളുത്ത പായസമേ പിള്ളേർക്ക് 2 പേർക്ക് ഇഷ്ടമുള്ളൂ. അങ്ങനെ ഞാൻ പാലിൻ്റെ അടുത്തുനിന്ന് മാറാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് നീങ്ങിയാൽ മതി, അത് അപ്പം തിളച്ചു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ അവിടെ തന്നെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേവമോൾ അടുക്കളയിലുണ്ട് എങ്കിലും അടുക്കളയായിട്ട് യാതൊരു ബന്ധമുള്ള പണിയല്ല അവൾ ചെയ്യുന്നത്. അവൾ നന്ദുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എന്തോ ക്രാഫ്റ്റ് വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു സ്പെഷ്യൽ സാധനം അതിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു കുഞ്ഞൻ ചീനച്ചട്ടിയാണ്. എനിക്കിങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളോടൊക്കെ ഭയങ്കര കൗതുകമാണ് കേട്ടോ. അപ്പം ഞാനതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മേടിച്ച് വയ്ക്കും. അപ്പം ഞാൻ പുതുതായി വാങ്ങിയ ചീനച്ചട്ടി അവൾക്ക് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ കശുവിൻ്റെ ഒക്കെ നെയ്യിൽ മൂപ്പിച്ചിട്ട് പായസം റെഡിയാക്കി. ഫസ്റ്റ് തന്നെ അതാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സദ്യയുടെ പണിയൊക്കെ നോക്കി അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ നന്ദുവിന് വഴുതനങ്ങ ഒരുപാട് ഇഷ്ടമാണ്. വഴുതനങ്ങ വറുക്കണത്, അത് വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ച് വറുക്കണത് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട്. അപ്പോൾ അവന് സ്പെഷ്യലായിട്ട് അതാണ് കേട്ടോ വലിയ കാര്യം. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മളുടെ വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയിലില്ല, ഒരു വാഴ പോലില്ല. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തെ പറമ്പിൽ കുറച്ച് ഇല ഉണ്ട് വാഴയിൽ. അപ്പോൾ അതൊക്കെ പോയി പൊട്ടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഞങ്ങൾ വാഴയില പൊട്ടിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും വീട്ടിൽ നല്ല മഴ പെയ്തു. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ മഴയത്ത് അകത്തിരുന്ന് നമ്മളെ വയറ് നിറച്ച് നല്ല കുഞ്ഞ് സദ്യ കഴിച്ചു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. മഴ ഉള്ളതിൻ്റെ പേരിൽ കുറേ നാൾക്ക് ശേഷം മഴ കിട്ടുമ്പോൾ നല്ല ചൂടൊക്കെ മാറിയൊരു മഴ കിട്ടുമ്പോൾ സുഖമാണല്ലോ അല്ലേ. അപ്പോൾ ജിൻചേറിനില്ലാത്തൊരു കുറവ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു വിഷമമാണ്. നമുക്കിങ്ങനെ ഒരു സ്പെഷ്യൽ സമയത്തൊക്കെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ കുറവാകുമ്പോൾ നമുക്കതൊരു വിഷമമാണല്ലോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞ് അതിഥികളുണ്ട്. വേറെ ആരല്ല, നന്ദുവിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ വീട്ടിൽ തന്നെ ഫുഡ് റെഡിയാക്കിയതാണ്. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗീ റൈസും പിന്നെ ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ രാത്രിക്കലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. അതിന് ശേഷമാണ് അപ്പോഴേക്കും ജിൻചേർന്നും വന്ന് ആളെ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരിവിടെ ഇങ്ങനെ കളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ജിൻചേർന്നും കൂടി വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള പണിയിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ദേവമോള് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ അതല്ലാതെ അവൾ നന്ദുവിന് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മേമയുടെ വക ഗിഫ്റ്റ് വേറെ ഒരു പൊതിയിലുണ്ടായി. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് കുഞ്ഞു കുഞ്ഞു പൊതിയാക്കിയിട്ടുണ്ട്. പിന്നെ അവന്മാർ കുട്ടികൾ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ നമ്മി വെച്ചിട്ടുള്ളത്. അപ്പോൾ കേക്ക് മുറിക്കലും അത് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ. അവന്മാർ മുഖത്തൊക്കെ ഇങ്ങനെ കേക്കൊക്കെ തേച്ച് നന്ദുവിനെ നല്ല വികൃതി കൂട്ടനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവന്മാരെല്ലാവരും കൂടി അവന് കിട്ടിയ ഗിഫ്റ്റൊക്കെ എന്താണെന്ന് പൊട്ടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് മേമ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ, ഒരു സൺഗ്ലാസ് അവന്. പിന്നെ അവന്മാർ കുറേ ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പേനുണ്ടായിരുന്നു, ഡാപ്പോസ്റ്റർ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അവർ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നന്ദു കണ്ടില്ലേ കുറച്ച് ഫ്രീക്കായിട്ട് നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുഞ്ഞന്മാർക്കൊക്കെ കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ അവർ നല്ല സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് നല്ല ഹാപ്പി ആയിരുന്നു. അതിനുശേഷം നമ്മൾ വിഷുവിന് വാങ്ങിയ കുറച്ച് പടക്കം ബാക്കി ഉണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടി പൊട്ടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.